കാണുന്നില്ല. അവിടെ ഉണ്ട്. വലിയ വലിയ ദിവാൻജിയാണ്. മികച്ച റിപ്പോർട്ടർക്കുള്ള അവാർഡ്. കഴിഞ്ഞ വർഷത്തെ മികച്ച മനീഷ് മഹിവാൽ കഴിഞ്ഞ വർഷത്തെ ജലമേള കവറിൽ ഏറ്റവും നല്ല റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. മനീഷ് മഹിവാൽ, കൺഗ്രാജുലേഷൻ. വെടിപൊട്ടിയ ചീറ്റപ്പുലി. ഓക്കെ, മനീഷ് മഹിവാൽ അല്ലെങ്കിലും പുലിയാണ്. ചെറുവള്ളങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ നോക്കൂ, വിജയകുമാർ. മേഘക്കീറുകൾക്കിടയിൽ നിന്ന് ക്യാമറ മിഴി തുറന്നു. മേഘപാളികൾക്കിടയിൽ നിന്ന് അവൻ ഇറങ്ങി വരികയാണ്. മേഘപാളികൾക്കിടയിൽ നിന്ന് വിജയകുമാർ കണ്ടുപിടിച്ച ആ ക്യാമറ താഴേക്ക് ഇറങ്ങി വന്ന് മിഴി തുറക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ. ആ മേഘപാളികൾക്കിടയിൽ നിന്ന് മിഴി തുറന്ന് കണ്ട് ഇറങ്ങി വന്ന ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഹൗ ഈസ് ഇറ്റ്? എങ്ങനെയുണ്ട്? മേഘപാളികൾക്കിടയിൽ നിന്ന് ക്യാമറയുടെ ആറാട്ടാണ്. ക്യാമറ ആറാടുകയാണ്. ഇനിയിപ്പോ ഒരു രക്ഷയുമില്ല. മേഘക്കീറുകളിൽ അവൻ ഇറങ്ങി വന്നു കഴിഞ്ഞു. ഇനി അവൻ ഇവിടെ ഒരു കളി കളിക്കും. ആ ക്യാമറയ്ക്ക് മേഘപാളി അങ്ങനെ ഒരു പേരിട്ടാലോ? മേഘപാളി അല്ലേ? ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ? വലിയ പാടാ. ആവശ്യമില്ലാത്തൊരു ഇംഗ്ലീഷ് കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകൾക്ക് നമുക്ക് മേഘപാളി എന്ന് തന്നെ ആ ക്യാമറയ്ക്ക് പേരിടുന്നു. മേഘപാളിയിൽ നിന്ന് ആ വമ്പൻ ക്യാമറ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ആ ക്യാമറ മിഴി തുറന്നിരിക്കുന്നു. മിഴി തുറന്നാൽ വിജയകുമാർ. അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങൾ. കഴിഞ്ഞ നെഹ്റു ട്രോഫിക്ക് നമ്മൾ മേഘപാളിയിലേക്ക് തിരിച്ചു വെച്ചതാണ്. ഇന്നാണ് ഇറങ്ങുന്നത് വീണ്ടും. ഇന്നാണ്. ഓക്കെ, തീർച്ചയായിട്ടും ആഷ്മി പിടിക്കണോ? വേണ്ട, ഓക്കെ. ഒരു സപ്പോർട്ട് വേണേ ഞാൻ തരാം. കുഴപ്പമില്ല അല്ലേ? ഒന്നാം ബീച്ചിൽ ട്രാക്ക് 1 പായിപ്പാടൻ, 2 നമ്പർ വള്ളം, ട്രാക്ക് 2 ആലപ്പാടൻ, ട്രാക്ക് 3 ആയാപറമ്പ് പാണ്ടി, ട്രാക്ക് 4 ആനാരി, ട്രാക്ക് 4 ആനാരി. അപ്പൊ ആദ്യ ഹീറ്റ്സ് പൊളിക്കും. മേഘപാളികൾക്കിടയിൽ നിന്ന് ഇറങ്ങി വന്നവൻ പിന്നെയും മിഴി തുറക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിജയകുമാർ മാത്രം കണ്ടുപിടിച്ച മേഘപാളികൾക്കിടയിൽ നിന്ന് ഇറങ്ങി വന്ന ക്യാമറ പിന്നെ മിഴി തുറക്കുന്നു. ആ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ദൃശ്യവിന്യാസം നിങ്ങളെ അത്ഭുതപ്പെടുത്തും, നിങ്ങളെ അമ്പരപ്പിക്കും. മേഘപാളിയിലേക്ക് തിരികെ പോകുന്നു. മേഘപാളിയിലേക്ക് മടങ്ങി. അതെ, സമുദ്രനിരപ്പിൽ നിന്ന് 20,000 അടി ഉയരത്തിൽ നിന്നും ക്യാമറ ഒപ്പിയെടുക്കുന്നു. വള്ളങ്ങളുടെ വേഗത്തിനൊപ്പം നമ്മുടെ ക്യാമറയും സഞ്ചരിക്കും. 2023 നെഹ്റു ട്രോഫി മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്യുകയാണ്. മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകൻ, 24 ന്യൂസ് സീനിയർ റിപ്പോർട്ടർ മനീഷ് മഹിവാൽ, മികച്ച ക്യാമറാമാൻ 24 ന്യൂസ് ക്യാമറാമാൻ അദീഷ് എം ഡി. ഈ അവാർഡുകൾ രണ്ടും വാങ്ങിച്ചു. അതിന്റെ കൂടെ വല്ല സാധനം ഉണ്ടായിരുന്നോ? അതുണ്ടെങ്കിൽ അതുകൊണ്ട് പോയി വല്ല പുട്ടടിച്ചോളൂ. അതും കൂടെ വേണം. ഇന്നലെ എന്റെ അവാർഡ് പറന്നു പോകാതിരിക്കാൻ എന്റെ മേളിൽ ഭാരം വയ്ക്കണം. ആദ്യ ഹീറ്റ്സ് മത്സരങ്ങൾക്കുള്ള ട്രാക്കിലേക്ക് വള്ളങ്ങൾ എത്തുന്നുണ്ട്. അത് ആഷ്മി പറഞ്ഞതുപോലെ ട്രാക്ക് 1 പായിപ്പാടൻ, ട്രാക്ക് 2 ആലപ്പാടൻ, ട്രാക്ക് 3 ആരാപറമ്പ് പാണ്ടി കാടനല്ല, ട്രാക്ക് 4 ആനാരി. അപ്പൊ പായിപ്പാടൻ, ആലപ്പാടൻ, ആയാപറമ്പ്, ആനാരി. അത് നല്ല താളമുണ്ട്. പായിപ്പാടൻ, ആലപ്പാടൻ, ആയാപറമ്പ്, ആനാരി. ഇങ്ങോട്ട് നോക്കി. ഇന്നസെന്റ് ഏട്ടൻ പണ്ട സിനിമയെ പറഞ്ഞില്ലേ, മുണ്ട് ഇതിൽ ആയാപറമ്പ് പാണ്ടിക്കും ആനാരിക്കും ഒക്കെ പറയാൻ ഒരുപാട് കഥയുണ്ട്. പായപ്പാടിന്റെ പഴയ വള്ളമാണ്, പായപ്പാടിന്റെ പുതിയ വള്ളം ഉണ്ട്. ഇത് പായപ്പാടിന്റെ പഴയ വള്ളമാണ്. ആലപ്പാടിനും ആയാപറം പാണ്ടിയും ആനാരിയും ഒരുപാട് കാലത്ത് ഒരുപാട് വിജയങ്ങൾ നേടിയ വള്ളമാണ്. അപ്പോൾ എന്തായാലും പറയാൻ കഴിയും, ഹീറ്റ്സ് 1 ആയാപറമ്പാണോ ആനാരിയാണോ, ആനാരിയാണോ ആയാപറമ്പാണോ, അതോ ആലപ്പാടനാണോ പായിപ്പാടനാണോ, ആനാരിയാണോ ആയാപറമ്പാണോ? ഒന്നും പറയാൻ പറ്റില്ല. ആഷ്മി, പള്ളാത്തുരുത്തി ബോട്ടിലെ PVC ഒരു തോന്നലുണ്ട്. ഇത്തവണയും 5 തവണ അടിച്ചു അല്ലേ? 5ാം തവണയും ഞങ്ങൾ അടിച്ചുകൊണ്ട് പോകും. കഥ പറയും എന്ന് ഇപ്പൊ വരുന്ന വാർത്ത, ഹീറ്റ്സ് മത്സരങ്ങൾ ഇപ്പൊ തുടങ്ങാൻ പോകുന്നു. തുടങ്ങാൻ പോവാ. ചുണ്ടന്റെ ആവേശ പോരാട്ടം, യുദ്ധം തുടങ്ങാൻ പോവാ.